ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് LP UP സിലബസിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അടങ്ങുന്ന മറ്റൊരു ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക്. അപ്പോൾ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് കേരള ഹിസ്റ്ററിയായി ബന്ധപ്പെട്ട് ഓൾഡ് SCERTയിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു, നവകേരള സൃഷ്ടിക്കായി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരളം ആധുനികതയിലേക്ക്. ഓൾഡ് SCERT സ്റ്റാൻഡേർഡ് 10ലെ 8th ലെസണാണ് കേരളം ആധുനികതയിലേക്ക്. അപ്പോൾ ഈ ഒരു ക്ലാസ് നമുക്ക് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിത് ഇവിടെ ഒരു ഡയറി കുറിപ്പാണ് തന്നിരിക്കുന്നത്. വാസ്കോഡ ഗാമയോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൾവാരോ വെൻഹോവിൻ്റെ ഡയറി കുറിപ്പാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1-2 കാര്യങ്ങൾ ഈ ഒരു ഡയറി കുറിപ്പിൽ നിന്ന് നമുക്ക് നോക്കി വയ്ക്കാനുള്ളതുണ്ട്. അപ്പോൾ ഒന്ന് വായിക്കാം. സമീപസ്ഥമായി മനോഹരമായ മലനിരകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വഴികാട്ടിക്ക് സ്ഥലം പെട്ടെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റിയില്ല. കരയോട് കുറേ കൂടി അടുത്തപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ കലൈക്കുറ്റിന് വടക്കായിട്ടാണെന്നും ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമെന്നും. ഓക്കെ, അപ്പോൾ കലൈക്കുറ്റ് ഈ ഒരു പ്ലേസ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് കലൈക്കുറ്റ് എന്ന് പറയുന്നത്? ഏത് സ്ഥലത്തിനാണ് അങ്ങനെ കലൈക്കുറ്റ് എന്നവർ വിളിച്ചത്? ആരാണ്? പോർച്ചുഗീസുകാർ കോഴിക്കോടിനെയാണ് കലൈക്കുറ്റ് എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, പോർച്ചുഗീസുകാർ കോഴിക്കോടിനെയാണ് കലൈക്കുറ്റ് എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ കലൈക്കുറ്റിന് വടക്കായിട്ടാണെന്നും ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമെന്നും. അന്ന് രാത്രി കലൈക്കുറ്റ് പട്ടണത്തിന് 2 കാതം ദൂരെ ഞങ്ങൾ നങ്കൂരമിട്ടു. കാപ്യ അടുത്തൊരു പേരാണ് കാപ്യ എന്ന് വിളിച്ചത് എന്തിനെയാണ്? പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിളിച്ചിരുന്ന സ്ഥലം കാപ്പാട്. ഓക്കെ, അപ്പോൾ കാപ്യ എന്ന ഈ പട്ടണത്തെ ഞങ്ങളുടെ വഴികാട്ടി കലൈക്കുറ്റ് എന്ന് തെറ്റിദ്ധരിച്ചതിനാലാണ് ഇപ്രകാരം ചെയ്തത്. അല്പം ദൂരെയായി പന്തലായിനി കണ്ടോ, പന്തലായിനി അല്ലെങ്കിൽ പന്തരിനി എന്ന പട്ടണവുമുണ്ട്. ഓക്കെ, 4 വഞ്ചികളിലായി കരയിൽ നിന്ന് പുറപ്പെട്ട കുറേ പേർ ഞങ്ങളെ സമീപിച്ചു. അവർക്കറിയേണ്ടത് ഞങ്ങൾ ഏത് നാട്ടുകാരാണെന്നായിരുന്നു. കലൈക്കുറ്റിലേക്കുള്ള വഴി അവരാണ് ചൂണ്ടിക്കാട്ടി കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയറി കുറിപ്പിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരാണല്ലേ. പോർച്ചുഗീസുകാരായിട്ടുള്ള വാസ്കോഡ ഗാമയോടൊപ്പം കേരളത്തിലെത്തിയ എന്താണ് അൾവാരോ വെൻഹോവിൻ്റെ ഡയറി കുറിപ്പാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അപ്പോൾ കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചത് കാപ്പാടിനെയാണ്. കലൈക്കുറ്റ് എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചത് ഏത് സ്ഥലത്തെയാണ്? കലൈക്കുറ്റ് എന്ന് വിളിച്ചിരുന്നത് കോഴിക്കോടിനെയാണ്. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൾവാരോ വെൻഹോവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചത്. മുകളിൽ കൊടുത്തിട്ടുള്ള ഡയറി കുറിപ്പ് എന്താണ് സൂചിപ്പിക്കുന്നത്? 15-ാം നൂറ്റാണ്ടിൻ്റെ, ശ്രദ്ധിക്കണേ, 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് യൂറോപ്യൻ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തുന്നത്. കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു. അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ഭരണാധികാരിയായിരുന്ന സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നത് പോർച്ചുഗീസുകാരെ കുപിതരാക്കി. കോഴിക്കോടിന്റെ ശത്രുരാജ്യമായ കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാനായിട്ട് അവർ പരിശ്രമിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താ കാര്യങ്ങളാണ് പറഞ്ഞത്? ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നത്? ഏത് നൂറ്റാണ്ടിലാണ്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് അല്ലേ. അതുപോലെ കോഴിക്കോടെ ഭരണാധികാരിയായിരുന്ന സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അത് സമ്മതിച്ചോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? കോഴിക്കോടിൻ്റെ ശത്രുരാജ്യമായിട്ടുള്ള കൊച്ചിയിൽ താവളം ഉറപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ആധിപത്യം നേടാനായിട്ട് പരിശ്രമിച്ചു. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപ് തന്നെ അറബികളും ചൈനക്കാരുമായിരുന്നു നമ്മുടെ കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. കുഞ്ഞാലിമരയ്ക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും വിജയിക്കാനായില്ല. അപ്പോഴേ നമുക്ക് അറിയാലോ, ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള വിദേശ ശക്തികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത് ആരാണ്? ആ കോഡൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കുമല്ലോ അല്ലേ. PDEF പോഡ ബീഫെ എന്നും PDEF എന്നും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഏറ്റവും ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ് അല്ലേ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ വന്നു, കോഴിക്കോട് വന്ന് സാമൂതിരിയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ വേണ്ടി നോക്കി. സാമൂതിരി അതിനെ അനുവദിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു? കൊച്ചി രാജ്യത്തേക്ക് അവർ തമ്പടിച്ചു. അവിടെ താവളം ഉറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ വേണ്ടി അവർ ശ്രമിച്ചു. അപ്പോൾ കുഞ്ഞാലിമരയ്ക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പടയുടെ നേതാക്കന്മാരായിരുന്നു ആര്?
തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാന്മാർ. അപ്പോൾ അറബിക്കടലിൽ വെച്ചിട്ട് പോർച്ചുഗീസുകാർക്കെതിരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളൊക്കെ കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയെങ്കിൽ പോലും അത് വിജയിക്കാനായില്ല. ഇനി കുഞ്ഞാലി മരയ്ക്കാന്മാരെ കുറിച്ച് ഇവിടെ തന്നിരിക്കുന്നത് അതൊന്ന് വായിക്കാം. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാന്മാർ. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്ക് അടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ ആസ്ഥാനമാണ് പറയുന്നത് വടകരയ്ക്ക് അടുത്തുള്ള പുതുപ്പണം കോട്ട. ഓക്കെ, അല്ലെങ്കിൽ മരയ്ക്കാർ കോട്ട എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതാണ് അവരുടെ ആസ്ഥാനം. ഇവർ കുഞ്ഞാലി മരയ്ക്കാന്മാർ എന്ന് പറഞ്ഞാൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടി സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്ക്, അത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്താണ് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാനായിട്ട് സാമൂതിരിയെ സഹായിച്ച കുഞ്ഞാലി മരയ്ക്കാർ ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. അതുപോലെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ എന്നാൽ വ്യക്തമായ വിജയം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്കുക, ഈ 2 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യത്തിൻ്റെ പേരെന്താണ്? ഫത്ഹുൽ മുബീൻ, വ്യക്തമായ വിജയം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന എന്താണ്? ചാലിയം കോട്ടയാണ് അല്ലേ? ചാലിയം കോട്ടയാണ്. ഓക്കെ, കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം എവിടെയാണ് വരുന്നത്? വടകരയിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചേക്കുക. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ആരാണ് അങ്ങനെ ഒരു അറബി കാവ്യം എഴുതിയത്? ഖാസി മുഹമ്മദ് ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കുഞ്ഞാലി മരയ്ക്കാന്മാരെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സാമൂതിരിയുടെ നാവികപ്പടയുടെ നേതൃത്വം നൽകിയത് കുഞ്ഞാലി മരയ്ക്കാരാണ്. അവരുടെ ആസ്ഥാനം മരയ്ക്കാർ കോട്ടയാണ്, പുതുപ്പണത്താണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? ഓക്കെ, പിന്നെ പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ വേണ്ടി സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരയ്ക്കാരാണ്. ഇനി അടുത്ത ഭാഗത്തോട്ട് വരാലോ. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഏറ്റവും ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചു. കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തി. 1663 പോർച്ചുഗീസുകാരെ ആര് തുരത്തി? ഡച്ചുകാർ തുരത്തി. ഓക്കെ, എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേട്ടിട്ടുണ്ടാവുമല്ലോ ഡിലനോയുടെ കാര്യങ്ങളൊക്കെ അല്ലേ? മാർത്താണ്ഡവർമ്മ വേഴ്സസ് ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. അതിലെന്ത് ചെയ്തു? ഡച്ചുകാരെ പരാജയപ്പെടുത്തി അല്ലേ? അവരുടെ നാവികപ്പടയുടെ നേതാവായിരുന്ന ഡിലനോയ്, ക്യാപ്റ്റൻ ഡിലനോയിയൊക്കെ കീഴടക്കി. പിന്നീട് ഈ ഡിലനോയാണ് എന്ത് ചെയ്തത്? തിരുവിതാംകൂറിലുള്ള ആളുകൾക്ക്, സൈന്യത്തിന് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്ന ആൾ. ഓക്കെ, വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ ക്യാപ്റ്റൻ ഡിലനോയ് എന്ന വ്യക്തി. ഓക്കെ, അതൊക്കെ നിങ്ങൾ റാങ്ക് ഫയലിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയോടുകൂടി അവർക്ക് കേരളം വിട്ടു പോകേണ്ടി വന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധം. അപ്പോൾ കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നത്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണെന്ത്? കർണാട്ടിക് യുദ്ധം. അപ്പോൾ ഈ കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടുകൂടി ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കുളച്ചൽ യുദ്ധത്തിൻ്റെ വർഷം നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു. എത്രയായിരുന്നു? 1741. കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ ഇതും ഒരു മഹായുദ്ധമൊന്നും ആയിരുന്നില്ല. പക്ഷേ കേരളം പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം അതോടുകൂടി അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടം. ഇത് ആരെഴുതിയതാണ്? KM പണിക്കരുടെ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക്. അപ്പോൾ നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ നോക്കിയേ, പോർച്ചുഗീസുകാർ വന്നപ്പോൾ നമ്മുടെ സാമൂതിരി എന്ത് ചെയ്തില്ല? അവരുമായിട്ട് വ്യാപാര കുത്തകയ്ക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് വ്യാപാരത്തിന് വേണ്ടിയിട്ട് റെഡി ആയില്ല അല്ലേ? ട്രേഡിന് വേണ്ടി റെഡി ആയില്ല. പിന്നീട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് എത്തിയപ്പോൾ സാമൂതിരിയെ സന്ദർശിച്ചു. സാമൂതിരിയെ ഒന്ന് പുകഴ്ത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു.
പിന്നീട് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും പണ്ടകശാലകൾ ആരംഭിക്കാനുള്ള അനുമതി കമ്പനി കരസ്ഥമാക്കി. ഇത് നമ്മൾ അഞ്ചുതെങ്ങ് കോട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഈ പണ്ടകശാലകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭരണ കേന്ദ്രങ്ങളെയാണ് പണ്ടകശാല എന്ന് പറയുന്നത്. അഞ്ചുതെങ്ങിലും വിഴിഞ്ഞത്തും തലശ്ശേരിയിലുമെല്ലാം ബ്രിട്ടീഷുകാരെ പണ്ടകശാലകൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കി. ജോർജ് ബ്രാബോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത്, ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുവാദം നേടിയെടുത്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, തുടർന്ന് ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു. പിൻകാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി അഞ്ചുതെങ്ങ് മാറി. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ കലാപത്തിന്റെ ഇയർ ചോദിച്ചിട്ടുണ്ട്. 1721 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്ക്, ആ 2 പോയിന്റ്സ് മാറിപ്പോവാതെ. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇയർ ഓർത്ത് വെച്ചേക്ക, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പോൾ ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. ഇവിടെ 3-4 പോയിന്റ്സ് ഉണ്ട്, എല്ലാം പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചതോട് കൂടിയിട്ട് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. പിന്നീട് 1792 തന്നെ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുകയും അവർക്ക് കപ്പം കൊടുക്കാൻ നിർബന്ധനാവുകയും ചെയ്തു. പിന്നെ വരുന്നത് 1795 ആണ്. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. ചുരുക്കി പറഞ്ഞാൽ കേരളം മുഴുവൻ ഇപ്പോൾ ആരുടെ കൈവശമായി? ബ്രിട്ടീഷുകാരുടെ കൈവശമായി. എന്നിട്ടോ ഈ 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചപ്പോൾ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകാം. ഓക്കെ, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ബ്രിട്ടീഷുകാർ തയ്യാറായി. അങ്ങനെ മലബാർ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. ചുരുക്കത്തിൽ 18-ാം നൂറ്റാണ്ടോടുകൂടി കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. ഓർത്തു വെച്ചേക്ക, സെഞ്ചുറി എന്ന് ഓർത്തു വെച്ചേക്ക. 18th സെഞ്ചുറിയോട് കൂടിയിട്ട് കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. ഇത്രയും ഭാഗങ്ങളൊക്കെയാണല്ലോ. ഒന്നുകൂടി നമുക്കൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് കാര്യങ്ങളൊന്ന് പറയാം. അപ്പോൾ നോക്കാം. പോർച്ചുഗീസുകാരെ കൂടാതെ കേരളത്തിൽ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു? PDEF അല്ലേ, കോഡ് അങ്ങനെയല്ലേ? പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. അപ്പോൾ ഡച്ചുകാര് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം എത്രയെന്ന് നമ്മൾ പറഞ്ഞു? 1663 ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ അല്ലേ? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് കുളച്ചൽ യുദ്ധത്തിലൂടെയാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത്? കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ഈ കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇനി അടുത്ത പോയിന്റ്, ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. പിന്നെ വരുന്നത് എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക് അല്ലേ? 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയത്. അവരുടെ പണ്ടകശാലകൾ എവിടേക്കാണ് ഉണ്ടായിരുന്നത്? വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങളാണ്. ഓക്കെ, ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയിൽ നിന്നും കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്ത സ്ഥലമായിരുന്നു അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത് അല്ലേ? അഞ്ചുതെങ്ങ്. പിന്നെ അഞ്ചുതെങ്ങ് കോട്ട സൈനിക കേന്ദ്രമാക്കിയതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരെന്ത് ചെയ്തു? ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന 150ഓളം, ഈ നമ്പർ ഓർത്ത് വെച്ചേക്കണം, 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ വധിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ആറ്റിങ്ങൽ കലാപം. വർഷം 1721. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. പിന്നെ നമ്മൾ പറഞ്ഞതിനെ കുറിച്ചാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി സൈൻ ചെയ്തത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയായിട്ടുള്ള സന്ധിയായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറയുന്നത് അല്ലേ?
പിന്നെ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായ വർഷമാണ് 1792. പിന്നെ വരുന്നത് 1795 എന്ത് ചെയ്തു? തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. പകരം അവരെ എന്ത് ചെയ്യാം? ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകാമെന്ന വാഗ്ദാനം ബ്രിട്ടീഷുകാർ ആർക്ക് കൊടുത്തു? തിരുവിതാംകൂർ രാജാവിന് കൊടുത്തു. അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. 18-ാം നൂറ്റാണ്ടോടുകൂടി കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഈ ഒരു ഹെഡ് നോക്കൂ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ. നമ്മുടെ LP-UPയുടെ സിലബസ് എടുത്ത് വെച്ച് നോക്കിയാൽ കേരള ചരിത്രത്തിലെ ഫസ്റ്റ് ഹെഡാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ. അവിടെ നമുക്ക് പഴശ്ശി വിപ്ലവം, വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും, കുറിച്യർ കലാപം ഇതൊക്കെയാണ് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മുടെ സിലബസിൽ നമുക്ക് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചാപ്റ്ററിലെ ഓരോ ഹെഡുകളാണ്. കണ്ടോ നിങ്ങൾ? ഇവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ റിലേറ്റഡ് SCERT ഫാക്റ്റുകളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടണ്ട, ക്ലാസ്സിലേക്ക് പോവാം. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്ന് എന്താണ്? കുണ്ടറ വിളംബരത്തിലെ വാക്കുകളാണ് തന്നിരിക്കുന്നത്. അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശപാരമ്പര്യമാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ബ്രിട്ടീഷുകാരെക്കുറിച്ച് പറയുകയാണ് കേട്ടോ. ബ്രിട്ടീഷുകാരെക്കുറിച്ചാണ് പറയുന്നത്. അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശപാരമ്പര്യമാണ്. അങ്ങനെ ഒരു രാജ്യം അവരുടെ കൈപ്പിടിയിൽ അമർന്നാൽ അവരുടെ പട്ടാളം അവിടുത്തെ രാജധാനിയും കോട്ടയും തങ്ങളുടെ രക്ഷാശാസനത്തിൽ കൊണ്ടുവരും. രാജാവിൻ്റെയും അഭിജാതവർഗത്തിൻ്റെയും പരമ്പരാഗതമായ അന്തസ്സും പദവികളും ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം അതോടെ അവസാനിക്കും. ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാരങ്ങളും അവരുടെ കുത്തകയാകും. വസ്തുക്കളും വീടും വയലുകളും ഫലവൃക്ഷത്തോട്ടങ്ങളും അവരുടേതാകും. ഏറ്റവും നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും അവരുടെ നികൃഷ്ട ജന്മങ്ങളായ കിങ്കരന്മാർ കഠിന ശിക്ഷ നൽകും. ഇവിടെ നമുക്ക് വേണ്ട പോയിന്റ്സ് ഒന്നുമില്ല, എങ്കിലും ഇത് നോക്കാം. കൃഷ്ണ ചൈതന്യയുടെ കേരളം എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ടോപ്പിക് വേലുത്തമ്പി ദളവയുടെ ടോപ്പിക്കൊക്കെ പഠിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം എന്നിവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന കൃഷ്ണ ചൈതന്യയുടെ കൃതി ഏതാണ്? കേരളം. ഈ ഒരു പോയിന്റ് ആയിരുന്നു നമ്മളവിടെ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. രാഷ്ട്രീയ ആധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരത്തിൽ ഇടപെടാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യത്തിന്റെയും അവകാശങ്ങളുടെയും മേലുള്ള കൈകടത്തലുകൾ അവർക്കിഷ്ടമായില്ല. ഇതിനെതിരെ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ വളർന്നു വന്നു. അങ്ങനെ ഏറ്റവും ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴശ്ശി കലാപങ്ങൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ വ്യക്തിയാണ് ആര്? പഴശ്ശിരാജ. ഓക്കെ, പഴശ്ശിരാജ മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമാണ്. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. അതായത് പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർ പറ്റിച്ചു. മാത്രമല്ല വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. പിന്നെ അവിടെ നികുതി പിരിക്കാനുള്ള അധികാരമൊക്കെ ആർക്ക് കൊടുത്തു? ഇദ്ദേഹത്തിന്റെ മാതുലനായിട്ടുള്ള ഒരു വ്യക്തിക്ക് കൊടുത്തു. ഓക്കെ, കുറുമ്പ്രനാട്ടെ രാജാവിന് കൊടുത്തു. ഓക്കെ, ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലയ്ക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. എവിടെ വെച്ചിട്ടാ? മാവിലാന്തോട് അല്ലെ. പഴശ്ശിരാജയുടെ സ്മാരകം, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. അപ്പോൾ നോക്കിയാൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. നമുക്കറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം 1793 മുതൽ 1797 വരെയാണ്. ഓക്കെ, പിന്നെ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. 1805 നവംബർ 30 പഴശ്ശി എന്ത് ചെയ്യുന്നത്? വധിക്കപ്പെടുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പഴശ്ശിരാജയെക്കുറിച്ചും അതുപോലെ വേലുത്തമ്പി, പാലിയത്തച്ഛൻ, കുറിച്യർ കലാപം ഈ ക്ലാസ്സുകളൊക്കെ കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കുക. LP-UPയുടെ ആ ഒരു പ്ലേലിസ്റ്റിൽ, കേരള ചരിത്രത്തിൻ്റെ പ്ലേലിസ്റ്റിൽ ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുക. ഇനി വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ന ടോപ്പിക്കിലേക്ക് വരാം.
വേലുത്തമ്പിയും പാലിയത്തച്ഛനും. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. അപ്പോൾ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിയാണ് വേലുത്തമ്പി ദളവ. അതുപോലെ കൊച്ചിയിലാണെങ്കിൽ പാലിയത്തച്ഛനും. 1809 ജനുവരി 11 പുറത്തിറങ്ങിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവ. വർഷം 1809 ജനുവരി 11. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു? ഒരു കുണ്ടിൽ പോയി ചാടിയപ്പോൾ 18 നേരെ പകുതിയായി 9 കുറഞ്ഞു അല്ലേ? അപ്പോൾ 1809 ആ ഒരു വർഷമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനിയും തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കോളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ വേലുത്തമ്പിയുടെ മൃതദേഹം തിരുവനന്തപുരത്തെ കണ്ണമുലയിൽ കെട്ടിത്തൂക്കി. പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തുകയും ചെയ്തു. പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടുകൂടി ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചു. എന്നാൽ ജനകീയ ചെറുത്തുനിൽപ്പുകൾ തുടരുകയും ചെയ്തു. ഇവിടെ കണ്ടോ, മണ്ണടിയിലെ വേലുത്തമ്പി ദളവയുടെ പ്രതിമയും സ്മാരകവും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ മുൻപ് പറഞ്ഞു പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയിലാണ്. വേലുത്തമ്പിയുടെ ഒരു സ്മാരകം എവിടെയാണ്? മണ്ണടിയിലാണ്. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ആണല്ലോ, ഇതൊക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇനി കേരളം ലോക കമ്പോളത്തിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ട്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് നോക്കിയാലോ. ഭരണ നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടി ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിലുണ്ടാകുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തു. ഇതോടെ സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. കേരളം ലോക കമ്പോളത്തിന്റെ ഭാഗമായി മാറി. അപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ നാട്ടിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിരുന്നത് എന്തൊക്കെയാണ്? നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിരുന്നത് എന്തൊക്കെയാണ്? തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇനി ഇവിടെ റെയിൽപാത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഈ കാര്യമാണ്. നോക്കാം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടുകിടക്കുന്ന ഈ റെയിൽപാത 1861 നിർമ്മിച്ചത്. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേയെ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. 1861. അപ്പോൾ ഏതാണ് ആദ്യത്തെ റെയിൽപാത? ബേപ്പൂർ തിരൂരാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. വ്യാപാരം സുഗമമാക്കാൻ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർ ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയ വ്യവസ്ഥ, ഈ പോയിന്റ് നോക്കിക്കോളൂ. ഏകീകരിച്ച നാണയ വ്യവസ്ഥ, അളവ് തൂക്ക സമ്പ്രദായം, ഇതൊക്കെ ബ്രിട്ടീഷുകാർ കേരളത്തിൽ നടപ്പിലാക്കി. എന്തൊക്കെയാണ് ചെയ്തത്? വ്യാപാരം സുഗമമാക്കാൻ വേണ്ടി മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാക്കി ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയ വ്യവസ്ഥ കൊണ്ടുവന്നു, അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നു, റെയിൽ പാത കൊണ്ടുവന്നു. 1861 ബേപ്പൂർ ടു തിരൂരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത. ഓക്കെ, ചരക്കു ഗതാഗതം സുഗമമാക്കാൻ വേണ്ടി കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ എന്നിവിടങ്ങളിൽ തുറമുഖങ്ങളും വികസിപ്പിച്ചു. കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ എന്നിവിടങ്ങളിൽ തുറമുഖങ്ങൾ. ഇപ്പോൾ റെയിൽവേ, തുറമുഖം, കൂടാതെ എന്താണ്? ഏകീകൃത നാണയ വ്യവസ്ഥ, പിന്നെന്താ കൊണ്ടുവന്നത്? അളവ് തൂക്ക സമ്പ്രദായം, വ്യാപാര നിയമങ്ങൾ ഭേദഗതി ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞ ഹെഡിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിരിക്കുന്നു? ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂ ഉടമകളാക്കി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഇതോടെ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ പരിതാപകരമായി. ഇതിനെതിരെ നടന്ന കലാപങ്ങളെപ്പറ്റി മുൻ അധ്യായത്തിലൊക്കെ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മാപ്പിള കലാപങ്ങളെക്കുറിച്ച്. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് തുടർച്ചയായിട്ടുള്ള കലാപങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം വർഷം 1929 നടപ്പാക്കിയതോടുകൂടി കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും അവകാശം ലഭിച്ചു. അപ്പോൾ നോക്കാം.
ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞ എന്താണ്, ബ്രിട്ടീഷുകാർ നമ്മുടെ കേരളം മുഴുവനായിട്ട് അങ്ങ് ഏറ്റെടുത്തല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പ്രാദേശിക നാടുവാഴികൾക്കും ജന്മിമാർക്കും അവരെ ഭൂവുടമകളായിട്ട് കണക്കാക്കി. എന്നിട്ട് അവരുടെ മേൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഒരു നികുതി മുൻകൂട്ടി അങ്ങ് നിശ്ചയിച്ചു. അപ്പോൾ ഇവരെന്തായാലും നികുതി കൊടുക്കണമല്ലോ. അപ്പോൾ ആ നികുതി ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചെയ്യും, ജന്മിമാരും നാടുവാഴികളും ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു കുടിയാന്മാരുടെ മേലിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കും. അപ്പോൾ ഈ കർഷകരെ അതുപോലെ കുടിയൊഴിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഇവർ ഈ ഒരു കുടിയാന്മാർ എന്ത് ചെയ്യണം, ഇത്രയും നികുതി ഭാരിച്ച നികുതി എന്ത് ചെയ്യണം, ഈ ജന്മിമാർക്കും നാടുവാഴികൾക്കും കൊടുക്കണം. എന്നാൽ മാത്രമാണ് ജന്മിമാർക്കും നാടുവാഴികൾക്കും അത് ബ്രിട്ടീഷുകാർക്ക് ഏൽപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോൾ മലബാറിലെ കർഷകരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായി. അതിനെതിരെ കലാപങ്ങളൊക്കെ നടന്നു. മാപ്പിള കലാപങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വന്നു, ലോഗൻ കമ്മീഷൻ. അങ്ങനെ ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കി. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയതോട് കൂടിയിട്ട് കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായിട്ടുള്ള അവകാശം ലഭിച്ചു. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂ ഉടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരം വക, മാടമ്പിമാരുടെ ഭൂമിയെ പണ്ടാരം വക ഭൂമി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാനമായിട്ടുള്ള വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. അപ്പം പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ വർഷം 1865. 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ച പണ്ടാരപ്പാട്ട വിളംബരം എന്താണ്, ഈ ഒരു പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള വിളംബരമായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ, പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആരാ, ആയില്യം തിരുനാളാണ് കേട്ടോ. ആയില്യത്തിന്റെ പണ്ടാരപ്പാട്ട എന്നാണ് കോഡ്. ഓക്കെ, ആയില്യത്തിന്റെ പണ്ടാരപ്പാട്ട. പിന്നെ 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരവും തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ലഭിച്ചു. അപ്പോൾ 1896 മറ്റൊരു നിയമം എന്താണ്, ജന്മി കുടിയാൻ നിയമം. ജന്മി കുടിയാൻ നിയമപ്രകാരം തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ലഭിച്ചു. അങ്ങനെ ഭൂരിഭാഗം കുടിയാന്മാരും തിരുവിതാംകൂറിൽ നാമമാത്രമായിട്ടുള്ള ഭൂവുടമകളായി മാറുകയും ചെയ്തു. അതിന് പകരമായിട്ട് അവർ സർക്കാരിലേക്ക് വലിയ നികുതി അടയ്ക്കേണ്ടിയിരുന്നു. ചുരുക്കത്തിൽ തിരുവിതാംകൂറിലെ കർഷകരും നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടി. 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം വന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളും വർഷങ്ങളും എല്ലാം ഒരു ബോക്സ് ആക്കി കൊടുത്തിരിക്കുകയാണ്, നോക്കിക്കോളൂ. തിരുവിതാംകൂറിൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം, ആയില്യം തിരുനാൾ. കൊച്ചിയിലാണെങ്കിൽ 1914 കുടിയായ്മ നിയമം കൊണ്ടുവന്നു. മലബാറിൽ 1929 മലബാർ കുടിയായ്മ നിയമം വന്നത്. ക്ലിയർ അല്ലേ? ഇനി കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളത്തിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളായി കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. മറ്റു വിളകൾ കൃഷി ചെയ്തതോടുകൂടി നെല്ലിന്റെ ഉൽപ്പാദനം കുറയുകയും പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമായിട്ട് മരച്ചീനി കൃഷി വ്യാപിപ്പിച്ചു. ഈ തിരുവിതാംകൂർ രാജാക്കന്മാരിൽ മരച്ചീനി കൃഷി വ്യാപിപ്പിച്ച രാജാവ് ആരാണ്? വിശാഖം തിരുനാളാണ് കേട്ടോ. വിശാഖം തിരുനാൾ. ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. കൊനോലി പ്ലോട്ട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാരനായിട്ടുള്ള കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. ഈ തോട്ടങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായിട്ട് മാറി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയൊക്കെ ഒരു വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് നോക്കാം. കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം. അപ്പോൾ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആധിപത്യം ഊന്നിയതോട് കൂടിയിട്ട് അവരെന്ത് ചെയ്തു, അവർക്ക് ഡിമാൻഡായിട്ടുള്ള സാധനങ്ങൾ കാപ്പി, തേയില, ഏലം, റബ്ബർ ഇതൊക്കെ വൻകിട തോട്ടങ്ങളായിട്ട് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അതോടുകൂടി നെല്ലിൻ്റെയൊക്കെ കൾട്ടിവേഷൻ ചുരുങ്ങി. അപ്പോൾ അത് അവർക്ക് ആ ഒരു ഭക്ഷ്യക്ഷാമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മരച്ചീനി കൃഷി ആരംഭിച്ചു. അതേ സമയത്ത് തന്നെയാണ് കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1500ഓളം ഏക്കറിലാണ് കൊനോലി എന്ത് ചെയ്തത്, തേക്ക് വെച്ച് പിടിപ്പിച്ചത് കേട്ടോ. അതിനെയാണ് പിന്നീട് കൊനോലി പ്ലോട്ട് എന്നൊക്കെ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊച്ചിയിലെ ഭരണാധികാരികളും ഈ തോട്ടം കൃഷി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കേരളം ഒരു വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായിട്ട് മാറുകയാണ്.
ഇതേ കൊനോലി പ്ലോട്ടിനെ കുറിച്ച് തന്നിട്ടുണ്ട്. വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്ക് മരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു. തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ കലക്ടറായ ഹെൻറി വാലന്റൈൻ കൊനോലി കമ്പനിയെ ചുമതലപ്പെടുത്തി. നിലമ്പൂർ മേഖലയിലെ 1500 ഏക്കറിലും കൊനോലി എന്ത് ചെയ്തു? തേക്ക് വെച്ചുപിടിപ്പിച്ചു. ഇത് പിന്നീട് കൊനോലി പ്ലോട്ട് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ച നോക്കിക്കോളൂ. തോട്ട വിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റുമതി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ എന്നിവ തോട്ടമേഖലയിൽ വളരുന്ന വ്യവസായങ്ങളാണ്. അതോടൊപ്പം നാളികേരം, കയറ്, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു. എണ്ണയാട്ടു മില്ലുകൾ കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു. ഫറൂഖ്, കൊല്ലം, ഒല്ലൂർ എന്നിവിടങ്ങളിൽ, ഒല്ലൂർ തൃശ്ശൂരാണ് കേട്ടോ, തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂര്, കോഴിക്കോട് എന്നിവിടെ കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായി വളർന്നു വന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കേരളത്തിൽ എന്താണ് തോട്ടമേഖലകളിൽ വളർന്നു വന്നിട്ടുള്ള പ്രധാന വ്യവസായങ്ങളായിരുന്നു തേയില, കാപ്പി, റബ്ബർ എന്നിവ. അതുപോലെ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നു ആലപ്പുഴ. 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് നെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായി. അതേപോലെ തന്നെ ഓട്ട് കമ്പനികൾ ഏതൊക്കെയാണ്? ഫറൂഖ്, കൊല്ലം, തൃശ്ശൂരിലെ ഒല്ലൂര്. കൈത്തറി നിർമ്മാണശാലകളാണെങ്കിൽ കണ്ണൂരും കോഴിക്കോടുമാണ് ആരംഭിച്ചത്. ബീഡി വ്യവസായമാണെങ്കിൽ എവിടെയാണ്? കണ്ണൂരാണ്. ഓക്കെ, 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടിയിട്ടാണ് ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകി. പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റ് വ്യവസായശാലകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇനിയും ചോദിക്കാം. പുനലൂർ പേപ്പർ മിൽ, പുനലൂർ കൊല്ലമാണ് അല്ലേ. കളമശ്ശേരി FACT എറണാകുളം. കുണ്ടറ സെറാമിക്സ് കൊല്ലം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽ കൊച്ചി. അളഗപ്പ തുണി മില്ല് കൊച്ചി. അപ്പോൾ ഇവിടെ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പുനലൂർ പേപ്പർ മില്ല് കൊല്ലം, കുണ്ടറ സെറാമിക്സ് കൊല്ലം, FACT അല്ലെങ്കിൽ കളമശ്ശേരി ഫാക്ട് എറണാകുളം, റബ്ബർ വർക്ക്സ് ആണെങ്കിൽ തിരുവനന്തപുരം, ടാറ്റ ഓയിൽ മില്ലും അതുപോലെ അളഗപ്പ തുണി മില്ലും കൊച്ചി. മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇക്കാലത്ത് വളർന്നു വന്നു. ആദ്യമായി രൂപം കൊണ്ട ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. സ്ഥാപിച്ചത് ആരാണ്? അപ്പു നെടുങ്ങാടിയാണ്. തുടർന്ന് ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവയൊക്കെ നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ മൂലധനം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് പണമിടപാട് സ്ഥാപനങ്ങളായിട്ട് ബാങ്കുകളും ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്നു. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് ഏതെന്ന് പറയുന്നത്? നെടുങ്ങാടി ബാങ്ക്. അത് സ്ഥാപിച്ചത് ആരാണ്? അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപിച്ചത്. അതിൻ്റെ വർഷം 1899 കേട്ടോ. 1899 കോഴിക്കോടാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് ഇമ്പീരിയൽ ബാങ്ക്, അതുപോലെ ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവയൊക്കെ നിലവിൽ വന്നു. ഇനി സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം ആ ഒരു ഏരിയ നമുക്ക് നോക്കാം. യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത്. യൂറോപ്യന്മാരുടെ വരവോട് കൂടിയിട്ടാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുകളും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജസ്യൂട്ട് മിഷണറിമാരാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങളുടെ ഒരു തുറുപ്പ് ചീട്ടാണ് ഈ ഒരു ചാപ്റ്റർ. നല്ല രീതിയിൽ അത് പഠിക്കുക. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഫസ്റ്റ് പോയിന്റ്, ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അടുത്ത പോയിന്റ്, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. അടുത്ത പോയിന്റ്, മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. മിഷണറി ആയിട്ടുള്ള ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു കൊണ്ടുവന്നത് ബെഞ്ചമിൻ ബെയ്ലി. മിഷണറി ആയിട്ടുള്ള ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്
മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ പത്രങ്ങളാണ് രാജ്യസമാചാരം, പശ്ചിമോദയം. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടി നോക്കാം. യൂറോപ്യന്മാരുടെ വരവോട് കൂടിയിട്ടാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കാൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നത് ജസ്യൂട്ട് മിഷണറിമാരാണ്. ഇനി ഫസ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കേണ്ടത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കി. വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇനി അടുത്ത പോയിന്റ് എന്താ? മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. അർണോസ് പാതിരി, പാതിരിയൊക്കെയാണ് എന്ത് ചെയ്തത്? മലയാള നിഘണ്ടു എടുത്ത് ഓപ്പൺ ആക്കിച്ച് നോക്കിയതെന്ന് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. പുത്തൻപാന കേട്ടിട്ടുണ്ടോ? പുത്തൻപാനയും അർണോസ് പാതിരിയുടെ തന്നെയാണ് കേട്ടോ. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം ആരാണ്? ക്ലെമന്റ് പിയാനോ. ക്ലെമന്റ് പിയാനോയുടെയാണ് സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഇനി മിഷണറിമാരായിട്ടുള്ള ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു കൊണ്ടുവന്നത് ആരാണ്? ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു കൊണ്ടുവന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അപ്പൊ നമുക്ക് ബെം എന്നൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ, ഇത് മാറിപ്പോയില്ലെങ്കിൽ, അതുകൊണ്ടാണ് പറഞ്ഞത്. ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. ഇനി നേരെ തിരിച്ച് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഉണ്ട്. അതാരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ് പ്രസിദ്ധപ്പെടുത്തുന്നത്. ഓക്കെ, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പിന്നീട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ 2 പത്രങ്ങളുണ്ട്, രാജ്യസമാചാരം, പശ്ചിമോദയം. ഇത് രണ്ടും മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർഷം കൂടി പറയാം. രാജ്യസമാചാരം, പശ്ചിമോദയം 1847 തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്നത്. ഇനി ഇത് ഈ ഒരു ടേബിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. മിഷണറി സംഘങ്ങളും അവരുടെ പ്രവർത്തന മേഖലകളും. ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ലെങ്കിൽ LMS തിരുവിതാംകൂർ ആയിരുന്നു അവരുടെ പ്രവർത്തന മേഖല. തിരുവിതാംകൂർ പ്രവർത്തന മേഖലയായിക്കൊണ്ടുള്ള മിഷണറി സംഘമാണ് LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഇനി ചർച്ച് മിഷൻ സൊസൈറ്റി ആണെങ്കിൽ, CMS ആണെങ്കിൽ അവരുടെ കൊച്ചിയിലും തിരുവിതാംകൂറുമാണ് അവരുടെ പ്രവർത്തന മേഖല. കൊച്ചി, തിരുവിതാംകൂർ ആണ് CMSന്റെ പ്രവർത്തന മേഖല. ഇനി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അല്ലെങ്കിൽ BEM മലബാറാണ് അവരുടെ ഒരു പ്രവർത്തന മേഖല. ഇത് പ്രത്യേകിച്ച് മലബാർ, ഇപ്പോൾ നോക്കി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ഇവിടെ എന്തുണ്ട്? മലബാറാണ്. ഓക്കെ, ഈ ബി വെച്ച് കണക്ട് ചെയ്യാം. മലബാറിൻ്റെ ബാറും ഈ ഒരു ബിയും ഒക്കെ തമ്മിൽ വെച്ച് കണക്ട് ചെയ്തേക്കാം. മലബാർ എന്താണ്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. CMS ആണെങ്കിൽ കൊച്ചിയും തിരുവിതാംകൂറും, LMS ആണെങ്കിൽ തിരുവിതാംകൂർ. ഓക്കെ, തിരുവിതാംകൂർ മാത്രമേ ഉള്ളൂ. CMS ആണെങ്കിൽ കൊച്ചിയും തിരുവിതാംകൂറും ആയിരുന്നു അവരുടെ പ്രവർത്തന മേഖല. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അടുത്ത ഭാഗം, ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷണറി സംഘങ്ങൾക്ക് ഭൂമി ദാനമായി നൽകി. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾക്ക് മിഷണറി സംഘങ്ങൾ ഭൂമി ദാനമായിട്ട് നൽകി. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇനി തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായി 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ചോദ്യം. തിരുവിതാംകൂറിൽ എന്താണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായി ആണ്. ഗൗരി പാർവതി ഭായ്. പ്രൈമറി വിദ്യാഭ്യാസം പാർവതി, അങ്ങനെ 2 P തമ്മിൽ കണക്ട് ചെയ്യാം. പ്രൈമറി വിദ്യാഭ്യാസം പാർവതിയാണ് കേട്ടോ. ഗൗരി പാർവതി പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ഗൗരി പാർവതി ഭായി ആണ് എന്നുള്ള കാര്യം. ഓക്കെ, തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായി 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. ഇനി അടുത്തൊരു ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന ശിക്ഷാവിധികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുൻ ക്ലാസ്സുകളിൽ നിന്നാണ് പറയുന്നത്. അക്കാലത്ത് കുറ്റാരോപിതന്റെ ജാതിയെ അടിസ്ഥാനമാക്കി, കുറ്റാരോപിതന്റെ ജാതിയെ അടിസ്ഥാനമാക്കിയാണ് വിചാരണയും ശിക്ഷയും നടപ്പാക്കിയിരുന്നത്. ഈ നീതിന്യായ വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ പരിഷ്കരിച്ചു. കുറ്റവാളിയുടെ വാദം കേട്ട ശേഷം കുറ്റത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഏകീകൃതമായിട്ടുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കാനായിട്ട് തുടങ്ങി. ഇതോടെ ജാതിക്ക് അതീതമായി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായി. കേസുകളുടെ വിചാരണയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചു.
ബ്രിട്ടീഷ് ഭരണത്തോടെ കേരളത്തിലെ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രാധാന്യം ലഭിച്ചു. വസൂരി തടയാനുള്ള കുത്തിവെപ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ്. ഇക്കാലത്താണ് തിരുവിതാംകൂറിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് മരുന്ന് വരുത്തുവാൻ ഒരു കമ്പനിയെ തന്നെ രാജാവ് നിയമിച്ചത്. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചു. കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിലനിന്നിരുന്ന പിന്തുടർച്ച ക്രമം മാതാവ് വഴിയുള്ള മരുമക്കത്തായമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച യുവാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും കോടതികളിൽ വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യുകയും ചെയ്തു. വ്യവഹാരം എന്ന് വെച്ചാൽ കേസാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലും മരുമക്കത്തായത്തിനെതിരായിട്ടുള്ള നിയമങ്ങൾ നിലവിൽ വന്നു. മക്കത്തായ സമ്പ്രദായത്തിനാണ് ഈ നിയമങ്ങൾ ഊന്നൽ നൽകിയത്. ഇതുപ്രകാരം തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിച്ചു. ഇത് തറവാട്, കൂട്ടുകുടുംബം എന്നിവയുടെ തകർച്ചയ്ക്ക് കാരണമായി. ഒരു ഭാഗത്ത് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മറുഭാഗത്ത് ഒരു ഡീമെറിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ തറവാട്, കൂട്ടുകുടുംബം അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിനൊക്കെ തകർച്ച വന്നു. കേരളത്തിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും ഭരണം സുഗമമാക്കുവാനുള്ള നടപടികളുടെ ഭാഗമായിരുന്നു ഈ പരിഷ്കാരങ്ങൾ. എങ്കിലും കേരളീയ സമൂഹത്തിന്റെ ആധുനീകരണത്തിന് ഇവ സഹായകമായി. ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ സിലബസിലെ ഓരോ കാര്യങ്ങളും എടുത്തിരിക്കുന്നത്, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും എടുത്തിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ ടൈറ്റിലിൽ നിന്ന് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, എന്താണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, എന്തായിരുന്നു, നോക്കൂ, വേലുത്തമ്പിയും പാലിയത്തച്ഛനും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, ഒരു ടോപ്പിക് അതായിരുന്നു അല്ലേ. ഇനി അടുത്ത് വരുന്ന ഒരു ടോപ്പിക് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. കണ്ടോ, നമ്മുടെ LP UP സിലബസിലെ ഓരോ ഭാഗങ്ങളും ഈ ഒരു ചാപ്റ്ററിന്റെ ഹെഡുകളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഈ ഒരു ചാപ്റ്റർ എടുത്ത് തീർക്കുകയല്ല, നിങ്ങൾക്കൊരു ബോറിംഗ് ആവാത്ത രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗം വെച്ച് നമ്മൾ ക്ലാസ്സുകൾ ഇപ്പോൾ പറഞ്ഞതോടുകൂടി ഈ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഭാഗം തൊട്ടടുത്ത ദിവസം നമ്മൾ ചെയ്യും. പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളും മുതൽ നമ്മൾ അതിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് പറയുക. കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക കേട്ടോ. അവിടെ നമ്മൾ റിവിഷൻ പ്ലാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള എക്സാംസുകളൊക്കെ വീക്കിലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് മാക്സിമം പരിചയപ്പെടാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്